ഇയാളിതെന്താ ഉള്ളു മുഴുവൻ ആ പെങ്കൊച്ചിനോടുള്ള പ്രേമവും പൊതിഞ്ഞു വെച്ചോണ്ട് അത് തുറന്നു പറയാതെ കൂട്ടുകാരനും കൂട്ടുകാരും കളിക്കുക. ആ മെഴുകിരി വട്ടത്തിരുന്നപ്പോ ഐ ലവ് യു നീട്ടി ഒരു കാറ്റ് കാച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടി കയ്യിരുന്നേനെ. അത് ശരിയല്ല. കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണിനോട് അതിര് കവിഞ്ഞ് ഒന്നും കയറി പറയാതിരുന്നത് ന്യായമായെന്നേ ഞാൻ പറയൂ. ആ അഭിപ്രായ എനിക്കും. പറയാതിരുന്നത് നന്നായി. ഷടാ, ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ആ പെങ്കൊച്ചിനെ ആ അമേരിക്കക്കാരനെ കൊണ്ട് തന്നെ കെട്ടിക്കുന്ന ലക്ഷണമാണല്ലോ. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇയാളെ കൊണ്ട് തന്നെ ആ പെൺകുട്ടി ഞങ്ങൾ കെട്ടിപ്പിക്കും. പറ, നിങ്ങൾ തമ്മിൽ എപ്പോ പ്രേമം തുടങ്ങി? അത് വേണ്ട, അത് അതിന്റെ ഒഴുക്കിനങ്ങ് പറഞ്ഞാ മതി. ഡോൾ അയച്ചു കൊടുത്തപ്പോ അതിനെക്കുറിച്ച് സുഷമ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ടോണിയും ഗ്രൂപ്പ് ഒരുക്കിയ ട്രീറ്റിന് പോകുന്ന വഴി വെച്ച്. സച്ചു, എന്നെ പ്രേമിക്കുന്ന ഒരാള് ഈ പരിസരത്തിൽ എങ്ങോ ഉണ്ട്. ഇന്നലെ ഒരു പ്രേമോപഹാരം അയച്ചു തന്നിരിക്കുന്ന ഒരാള്. ആര്? ടോണിയോ സുധീരോ അല്ലെങ്കിൽ അരുൺ ഗ്രൂപ്പിൽ ആരെങ്കിലോ. നോക്കട്ടെ, എന്തെങ്കിലും ഒരിക്കൽ ഞാൻ കണ്ടുപിടിച്ചു തരാം അയച്ച ആളെ. ഷുവർ? പ്രോമിസ്? പ്രോമിസ്. ഇതെന്റെ അമ്മ ഡോക്ടർ ഓമന ബാബുനാഥ്. ഇതെന്റെ അച്ഛൻ ബാബുനാഥ്. ഈ അമ്മയോടുള്ള എന്റെ ഇഷ്ടത്തിന് 100-ൽ 50 മാർക്കാണെങ്കിൽ ഈ അച്ഛനോടുള്ള എന്റെ ഇഷ്ടത്തിന് 100-ൽ 200 മാർക്കാണ്. അതെന്താ അങ്ങനെ? അമ്മയും ഞാനും തമ്മിലുള്ള അടുപ്പം വളരെ കൂടുതലായി പോയതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കാ. പക്ഷേ കുട്ടിക്കാലം മുതലേ അച്ഛനും എന്റെ എല്ലാം. പാട്ടുപാടി തരുന്നതും അച്ഛൻ, കഥ പറഞ്ഞു തരുന്നതും അച്ഛൻ. വഴക്കുണ്ടാക്കാൻ മാത്രം ഈ അമ്മ. അത് അടുപ്പത്തിന്റെ കൂടുതലുണ്ടല്ലേ, സാരമില്ല. ഇതാണ് സച്ചു ചോദിച്ച ആള്. കിഷോർ? പഴയ ഫോട്ടോയാ. ഹൗസ് ഹി? വെരി ഗുഡ്. നേരെ ഒരുപാടായി സുഷ്മ, ഞാൻ പോട്ടെ. ശരി, വാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഹലോ പറഞ്ഞാലേ നീ ഹലോ പറയൂ. ഞാൻ കൈ നീട്ടിയാലേ നീ ഓടി വരൂ, അല്ലേ? ശരി, ഞാൻ തന്നെ എപ്പോഴും തോറ്റു തന്നേക്കാം. വാ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹൗ യു? ഫൈൻ, വെരി ഫൈൻ. എവിടെ അച്ഛൻ? എവിടെ? ആസ് യൂഷ്വൽ, തിരക്കോട് തിരക്ക്. ഇന്നലെ കുവൈറ്റിലെത്താന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. എത്തിയില്ല. പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അച്ഛൻ വരില്ല? ആ, തിരക്കൊഴിഞ്ഞിട്ട് വരുമായിരിക്കും. ഒറ്റ മകളല്ലേ, വരാതിരിക്കില്ല. ഏതായാലും അമ്മയെങ്കിലും വന്നത് നന്നായി. എനിക്കൊരു അമ്മയുണ്ടെന്ന് എന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് അറിയുമല്ലോ. തുടങ്ങി അവള്. വന്ന് കയറുമ്പോഴേക്കും തുടങ്ങുമെന്ന് അല്ലേലും എനിക്കറിയാമായിരുന്നു. ദേഷ്യപ്പെടാതെ, ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. ഞാനും ഒന്നും ഉദ്ദേശിച്ചില്ല. ചോക്ലേറ്റ്സ് ഒക്കെ ഏത് പെട്ടിയില? ആ പ്ലാസ്റ്റിക് ബാഗിൽ കാണും. വാ. എങ്ങനെയുണ്ട് രമണി അവള്? എന്താ, കറക്കമൊക്കെ ഇപ്പോഴും ഉണ്ടോ? കറക്കമൊക്കെ ഉണ്ട്. ആരൊക്കെയാ കൂട്ടുകാര്? പഴയവരൊക്കെ തന്നെ. പക്ഷേ
ഇപ്പൊ പുതിയൊരാള് കൂടിയുണ്ട്. മറ്റുള്ളവരെ പോലെയല്ല. ആരാ? പുതിയ ആളുടെ പേര് സച്ചിൻ. സച്ചിൻ മാധവൻ. മാവേലിക്കരയിലെ വീട്. ഇവിടെ MCAക്ക് പഠിക്കുന്നു. ഇനി എന്തെങ്കിലും അറിയണോ? അമ്മയ്ക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാലോ. എന്തിനാ രമണി ചേച്ചിയോട് രഹസ്യമായിട്ട്? രഹസ്യമായി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അറിയാൻ നടക്കുന്നത് നീയാ, ഞാനല്ല. ഓസ്ട്രേലിയയിലെ നമ്പറിൽ വിളിച്ചിട്ട് അച്ഛനെ കിട്ടുന്നില്ല. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ അച്ഛന്? ആ ഒരു നമ്പറേ എനിക്കും അറിയൂ. വേണമെങ്കിൽ ഇങ്ങോട്ടും വിളിക്കാലോ. വിളിക്കട്ടെ. ഹലോ ഹലോ. എത്ര പ്രാവശ്യം വിളിക്കണം അച്ഛനെ ഒന്ന് കിട്ടണമെങ്കിൽ? മോളെ, എന്താ അച്ഛൻ വന്നില്ല? ഐ എം സോറി മോളെ, ഐ വാസ് ബിസി. ഇത് വെറും കല്യാണ നിശ്ചയല്ലേ, ഫോണിൽ കൂടെ ഉറപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് നിർബന്ധം അത് ആഘോഷമായിട്ട് കൊണ്ടാടണമെന്ന്. നടക്കട്ടെ. അപ്പോ അച്ഛൻ വരില്ല? നിശ്ചയം അമ്മ നടത്തിയാല് മോടെ കല്യാണം അച്ഛന്റെ ഇഷ്ടത്തിന് നടത്താലോ. ഞാൻ ചോദിച്ചത് അച്ഛൻ വരുമോന്നാ. നോക്കട്ടെ, തീയതി നിശ്ചയിക്കട്ടെ, എന്നിട്ടെത്താൻ ശ്രമിക്കാം. അച്ഛൻ വന്നില്ലെങ്കിൽ? നോക്ക്, സന്തോഷമായിട്ടിരിക്കണം. അച്ഛന്റെ ആഗ്രഹം അത്. വരാൻ ശ്രമിക്കാം. അച്ഛൻ വരും, എനിക്കറിയാം. എന്റെ അച്ഛൻ വരും. സുഷമ, I love you. I love you so much. ഞാൻ വെക്കുക, ഇനി ഫോൺ ചെയ്യില്ല. എനിക്ക് അച്ഛന്റെ സ്വരം കേൾക്കണ്ട, കണ്ടാ മതി. വെക്കുക ഞാൻ. നീ എന്നോട് പിണങ്ങിയോ? എനിക്കെന്ത് പിണക്കം? എന്നാ പറ, വർത്തമാനം പറ. അമ്മ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. നിനക്ക് കാണണ്ടേ? എന്ത്? കിഷോറിന്റെ പുതിയ ഫോട്ടോഗ്രാഫ്. ഏത് കിഷോർ? ഓ, ഒന്നും അറിയാത്തതുപോലെ. നാളെ തന്നെ നിശ്ചയത്തിന്റെ ഡേറ്റ് തീരുമാനിച്ച് അറിയിക്കാന്ന് പറഞ്ഞാ ഞാൻ എത്തിയത്. 2 ആഴ്ചക്കകം ഈ നിശ്ചയം നടത്തണം. ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ? എന്താ അങ്ങനെ പറഞ്ഞത്? നീ സമ്മതിച്ചല്ലേ ഇതൊക്കെ? അത് മുൻപ്. ഇപ്പൊ എനിക്ക് സമ്മതമല്ല. എന്തേ? നിശ്ചയത്തിന് അച്ഛൻ വരുവോ? വരും. എന്താ എത്ര ഉറപ്പ്? ഉറപ്പൊന്നും നീ അറിയണ്ട. സമയമാകുമ്പോ അച്ഛൻ എത്തും. അതാ അച്ഛന്റെ പതിവ്. എങ്കിൽ അച്ഛൻ എത്തിക്കഴിഞ്ഞിട്ട് തീയതി നിശ്ചയിക്കാം. അച്ഛൻ എത്തുന്നില്ലെങ്കിൽ ഈ കല്യാണം എനിക്ക് വേണ്ട. അച്ഛൻ എത്തിയില്ലെങ്കിൽ നിശ്ചയം ഞാൻ നടത്തും. നടത്തിക്കോ, പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ കല്യാണമേ എനിക്ക് വേണ്ട. അറിയാവടി, അച്ഛൻ വന്നാൽ ഈ കല്യാണത്തിന് നീ സമ്മതിക്കില്ല. അതെനിക്കറിയാം. ഞാനൊന്നും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? ആരടി പാതിരേക്ക് നീ മുറിക്കകത്ത് വിളിച്ചു കയറ്റി ആ ചെറുപ്പക്കാരൻ? നിനക്ക് അവന് തമ്മിൽ എന്താ? പറ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അച്ഛന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ എന്താ കാരണം? പറ, അവനുമായി നിനക്ക് എന്താ? പറയടി. പ്രേമം. സച്ചിൻ മാധവനും ഞാനും തമ്മിൽ പ്രേമോ? സച്ചിൻ എനിക്കും ഞാൻ സച്ചിനും വാക്ക് കൊടുത്തു. ഇനി ഞങ്ങൾ പിരിയില്ല. അമ്മ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞേക്ക്, ഈ കല്യാണം നടക്കില്ലെന്ന്. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പറയില്ല. ഏതായി സച്ചിൻ മാധവൻ? ഇല്ല, ഇവിടെ ഇല്ല. നിങ്ങളൊന്നും അറിയാതിരിക്കില്ലല്ലോ. അവളും ഈ സച്ചിൻ മാധവനും തമ്മില് എങ്ങനാ?
സുഷമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ സച്ചു സുഷമയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇല്ല, അവര് രണ്ടുപേരും മാത്രമായി പലപ്പോഴും കാണാറുണ്ട്, പലയിടത്തും വെച്ച്. നേരാണോ? സച്ചു, എന്താ? ഞാനൊരു സ്വാതന്ത്ര്യം കാണിച്ചു. സച്ചുവിനെ കൂടെ ചേർത്ത് ഞാൻ അമ്മയോട് ഒരു കളവ് പറഞ്ഞു. എന്ത് കളവ്? സത്യത്തിൽ അമ്മ ഓരോന്നോരോന്ന് കുത്തി ചോദിക്കാൻ വന്നപ്പോ ഒരു വാശിക്ക് ഞാനങ്ങ് പറഞ്ഞു പോയതാ. എന്ത്? ഞാനും സച്ചിനും തമ്മിൽ പ്രേമമാണെന്ന്. സോറി, സച്ചുവിനൊന്നും തോന്നരുത്. എന്തിനാ ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി പറയണത്? ഏത് സാഹചര്യത്തിലായാലും സുഷ്മ അത് പറയാൻ പാടില്ലായിരുന്നു. ഉടനെ പോയി അമ്മയോട് തിരുത്തണം, സുഷ്മ തന്നെ. ഇല്ല സച്ചു, കുറച്ചു നാളിതിങ്ങനെ തന്നെ ഇരിക്കട്ടെ പ്ലീസ്. പറ്റില്ല, തിരുത്തണം. നമ്മൾ തമ്മിയൊന്നും ഇല്ലല്ലോ. ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയാൻ ഞാൻ സമ്മതിക്കില്ല. സുഷമ തന്നെ പോയി പറയുന്നോ അതോ ഞാൻ പോയി പറയണോ? എന്താ എന്താ കാര്യം? പറ സുഷമ. സച്ചുവിന് അറിയാമോ, ധൃതി പിടിച്ച് എന്റെ ഈ കല്യാണത്തെ നടത്തിയിട്ട് എന്റെ അച്ഛനും അമ്മയും അവരുടെ കല്യാണത്തെ പേർപ്പെടുത്തുകയാ. അവരെ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ചൊന്ന് കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ സച്ചുവിന്? 3 വർഷം. മാനസികമായി എന്നേ അവർ പിരിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ തന്നെ അവരുടേത് ഒരു അനൗൺസ് ചെയ്യാത്ത ഡൈവോഴ്സ് ആണ്. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ കാത്തിരിക്കുക അവര്. പിരിയാൻ അച്ഛനെ ഒന്ന് വരുത്താനുള്ള ഒരു ഉപാധി മാത്രമായിട്ട് കണ്ടാ മതി ഈ കളവനെ. 2 പേരോടും അവർ പിരിയില്ലെന്നൊരു വാക്ക് വാങ്ങിക്കണം എനിക്ക്. അത് കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് എല്ലാം ഞാൻ നിന്നു കൊടുക്കാം. അതല്ല, അവര് പിരിയുകയാണെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ഒരു ജീവിതം? I love them both. I need them both. സച്ചു എന്നെ സഹായിക്കില്ലേ? എല്ലാം ഭംഗിയായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളാം ഇതൊരു കളവായിരുന്നു എന്ന് എല്ലാവരോടും. ആയിക്കോട്ടെ, സുഷമ എന്താ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാനുണ്ട് കൂടെ. താങ്ക് യു സച്ചു. ഇതിന്റെ ഏറ്റവും വലിയ അതിശയം അവരുടേതൊരു പ്രേമവിവാഹമായിരുന്നു എന്നുള്ളതാണ്. എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ചെറിഞ്ഞ് അമ്മ ഇറങ്ങി പോവുകയായിരുന്നു അച്ഛനോടൊപ്പം. ഇപ്പോ എന്റെ കല്യാണ നിശ്ചയം ഇവിടെ വെച്ച് നടത്തി സ്വന്തം അച്ഛനോടും അമ്മയോടും ഹരിമാമനോടും അടുക്കാൻ ശ്രമിക്കുകയാണ് അമ്മ. ആരാ? എന്താ? പണ്ടെപ്പോഴോ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോഴെന്താ? ഓമന ചേച്ചിയെ കാണാനില്ലെന്ന് പറഞ്ഞ് വീട്ടിലാകെ ബഹളം ഉണ്ടായപ്പോ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. എവിടെ പോയാലും ഈ ഹരിക്കുട്ടിനെ കഥ പറഞ്ഞാൽ ഓടിയെത്തുമെന്ന് കാത്തു കൊതിച്ചിരുന്നിട്ടുണ്ട് വർഷങ്ങള്. കാണാതായപ്പോ ഞാനും മാറിപ്പോയി, മുരടിച്ചുപോയി. ഇപ്പോഴെന്താ വേണ്ടേ? നിന്റെ പരിഹാസം കേൾക്കാനല്ല ഹരി ഞാൻ വന്നത്, ഒരു സഹായത്തിനാ. എന്ത് സഹായത്തിന്? 1000 മനസ്സുമായി ഞാൻ ഇപ്പോഴും ഉണ്ട് ചേച്ചി. വാ. അമ്മ എന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് ഒരു ഊഹവുമില്ല. ഞാൻ വീട്ടിലേക്ക് പോവാ സച്ചു. ഞാനും നാളെ മാറുക ഹോസ്റ്റലിലേക്ക്. നന്നായി, ആർക്കും പിടികൊടുക്കാതെ കഴിയാലോ. വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം. പോട്ടെ.
എവിടെ പോയിരുന്നു നീ? അറിയാവല്ലോ, സച്ചിൻ മാധവനെ കാണാൻ. ഒരു കല്യാണം പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണാ നീ. ആ കല്യാണം മാത്രമേ നടക്കുള്ളൂ എന്ന് ഇപ്പൊ വിളിച്ചു പറ ആ ചെറുക്കനോട്. എന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു പറ. പറയാം. അമ്മ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ കല്യാണം മാത്രമേ നടക്കൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞോളാം. ഇപ്പോഴല്ല, പിന്നെ. എന്താ ഇപ്പൊ പറഞ്ഞാൽ? എനിക്ക് പിന്നെ പറയാനാ തോന്നുന്നത്, ഇപ്പോഴല്ല. ശരി, എങ്കിൽ അതുവരെ അവനെ കാണാനേ പാടില്ല. കാണും. എനിക്ക് തോന്നുമ്പോ തോന്നുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ കാണും. കാണില്ല. അവനെ നീ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണില്ല. ഈ വീട്ടിൽ നിന്ന് നീ ഇനി പുറത്തിറങ്ങിയില്ല. ആരൊക്കെ എതിർത്താലും ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും നിന്റെ നിശ്ചയവും കല്യാണവും ഒക്കെ ഞാൻ തന്നെ നടത്തും. ഇവിടെ വെച്ച് പറ്റിയില്ലെങ്കിലും കുവൈറ്റിൽ വെച്ച് അതിൽ നടത്തും. വാടി. അമ്മ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ കാണിക്കരുത്. വാടി ഇവിടെ. Let me talk. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. വാ. Let us talk now. വേണ്ടെന്ന് പറഞ്ഞില്ലേ? It was just a lie. ഞാൻ വിശ്വസിക്കില്ല. ഒക്കെ ഞാൻ അറിയും. അമ്മേ, പറയുന്നത് കേക്ക്. Open the door. I said open the door. You'll regret. Open the door. ഓ, അമ്മയ്ക്ക് സപ്പോർട്ടായി ഹരിമാമനുണ്ടല്ലേ? പലരുടെയും മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ട് വേലി ചാടിയതാ എന്റെ പെങ്ങള്. ആ പെങ്ങളുടെ മകള് മതിൽ ചാടണ്ട. ഹരിമാമ, believe me, ഇതെല്ലാം ഒരു കളവാ. എനിക്കൊന്നും വേണ്ട. എന്റെ അച്ഛൻ ഒന്ന് വന്നു കിട്ടിയാ മാത്രം മതി. നിന്റെ അച്ഛൻ വന്നാലും വന്നില്ലെങ്കിലും ഈ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കല്യാണം നിനക്ക് നല്ലതാണെങ്കിൽ അതേ നടക്കും. എന്നെ വീണ്ടും ഒറ്റയ്ക്കാക്കിയിട്ട് താൻ പോവല്ലേ? സാരമില്ലടോ, വല്ലപ്പോഴൊക്കെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം. വല്ലപ്പോഴും അല്ല, മിക്കപ്പോഴും ഇറങ്ങും. പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ഒരിക്കലും എടുത്തോളാം. ഞാൻ ഇറങ്ങട്ടെ. കീ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാ എന്റെ മോള്. അവളെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. ആരും തട്ടിയെടുക്കാൻ ഞാൻ അനുവദിക്കുകയുമില്ല. എനിക്ക് എന്റേതായ 100 പ്രശ്നങ്ങളുണ്ട്. അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ എന്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറിത്തരണം. ശാസിച്ച് പറയല്ല, അപേക്ഷിക്കുക. മാറുമോ? സുഷമ ഒരിക്കൽ നിങ്ങളുടെ മുൻപിൽ വെച്ച് എന്നോട് പറയും മാറാൻ. അതെനിക്ക് ഉറപ്പാ. അപ്പൊ ഞാൻ മാറി തന്നോളാം. അതിനർത്ഥം സുഷമ പറയാതെ മാറില്ല. കൂടുതലൊന്നും പറയാൻ എനിക്കാവില്ല. അറിയില്ല. നീ മാറൂടാ. അവള് പറയാതെ തന്നെ നീ മാറും. അല്ലെങ്കിൽ ഈ നാട്ടിലിട്ട് നിന്റെ കയ്യും കാലം ചെത്തിയെടുത്ത് അയച്ചു കൊടുക്കും. നിന്റെ തന്തയ്ക്കും തളയ്ക്കും. മാറൂടാ നീ. ഞാൻ പറഞ്ഞല്ലോ, സുഷമ പറയട്ടെ, അപ്പൊ മാറാം. നീ മാറുകടാ. അവളെങ്ങാനി ഇനി ഒരിക്കൽ കൂടി കണ്ട നിന്റെ നെഞ്ച് കുത്തി പൊളിക്കും ഞാൻ. സച്ചോട്ടാ, സുഷമ ചേച്ചിയെ കുവൈറ്റിൽ കൊണ്ടുപോകാൻ ഒരു മുറിക്കകത്തിട്ട് പൂട്ടി. ആരും പറയാതെ ഞാൻ പോയി തുറന്നു വിട്ടു. ഇപ്പൊ അടുത്ത് ഒളിച്ചിരിക്കുക. സച്ചോട്ടനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വാ സച്ചോട്ടാ. എന്താ ഇത് ബാഗൊക്കെ ആയിട്ട്? ഇനി എനിക്കും വാശിയാ സച്ചു. അച്ഛനെ ഞാൻ വരുത്തും. അതുവരെ ഞാൻ ഒരിടത്തേക്ക് മാറുക. എങ്ങോട്ട്? അമ്മയുടെ മുൻപിൽ ഞാൻ എപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ. ഇനി തോറ്റുകൂടാ. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, കുസുമം. ഞാൻ അങ്ങോട്ട് പോവുക. അത് സച്ചുവിനോട് പറയാനായിരുന്നു. നിക്ക്. ഇല്ലാത്ത നമ്മുടെ ഈ പ്രേമം വല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഒന്നിനും ധൃതി വേണ്ട. എല്ലാം ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി. നന്ദു, നീയും ചുറ്റിയിട്ട് വാ. എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാലോ. വാ, ഇവിടെ ഇരി. സുഷമയുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എവിടേക്കാണെന്ന് ഒരു പിടുത്തമില്ല. ആരെ ഒളിപ്പിച്ചു വെച്ചിരിക്കണം അവളെ.
എല്ലാ വീട്ടിലും കീറിയിറങ്ങി തപ്പിട്ട് അവൾ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ചെന്നെ അറിയിക്കണം. പിന്നെ സച്ചിൻ എന്ന് പറയുന്ന പയ്യനെ കണ്ട ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോരെ. പൊയ്ക്കോളൂ. ഈ പട്ടണം വിട്ട് അവൾ എങ്ങോട്ടും പോകാൻ പാടില്ല. പോവില്ല. ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സച്ചേട്ടാ, എല്ലാരും സുഷമ ചേച്ചി തരയുകയാ. സുഷമ ചേച്ചിക്ക് എങ്ങും പോകാൻ പറ്റില്ല. പുറത്തിറങ്ങി അപ്പ പിടിക്കും. ശരിയാ, അന്വേഷിക്കുക അവരില്ല. അയ്യോ, ഞാൻ പോവാ. ഇനിയിപ്പോ എങ്ങനാ? എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് സുഷ്മിക്ക് കുസുമത്തിന് വീട്ടിൽ ചെന്ന് ചേരാനാവില്ല. എന്തെങ്കിലും ഞാൻ ചെയ്തേ പറ്റൂ. എന്നെ കാണാനില്ലെന്ന് അറിയുമ്പോ എന്റെ അച്ഛൻ ഓടി വരും. എനിക്കറിയാമത്. പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്നെ എങ്ങനെയെങ്കിലും കുസുമത്തിന്റെ വീട്ടിൽ എത്തിച്ചു തരാൻ പറ്റുമോ സച്ചുവിന്? പ്ലീസ് സച്ചു. വാ, ശ്രമിക്കാം. அந்த பசங்க கிட்ட கேட்டா போறோம். கேளுடா. അടുത്ത പട്ടണത്തിലേക്ക് പോകാനാ. ഹൈവേയിലേക്കുള്ള വഴിയേതാ? ഞങ്ങളും അങ്ങോട്ടാ. വഴി കാണിച്ചു തരാം. ഒന്ന് ഇറക്കിയേക്കാവും. ஏறிக்க சொல்ற. ആ കയറി കയറി. വാ, കേറിക്കോ. ആരും കാണണ്ട, കിടന്നോളൂ.